കായംകുളത്ത് കോൺഗ്രസുകാർ ആരും ബി.ജെ.പിയിൽ ചേർന്നിട്ടില്ലെന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ പോലും പേര് പറയാതെ CPM നേതാക്കളോടും പ്രവർത്തകരോടുമൊപ്പം 27 കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിയിൽ ചേർന്നെന്നുള്ള അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ അറിയിച്ചു. കായംകുളത്ത് നിന്നും കോൺഗ്രസുകാരും ബി.ജെ.പിയിൽ ചേർന്നിട്ടില്ല എന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ പറഞ്ഞു. കായംകുളത്തു നിന്നും കോൺഗ്രസുകാരും തന്നെ ബി.ജെ.പിയിൽ ചേർന്നിട്ടില്ല. CPM നേതാക്കളോടും അണികളോടുമൊപ്പം 27 കോൺഗ്രസുകാർ ബി.ജെ.പിയിൽ ചേർന്നെന്നുള്ള അവകാശവാദം അടിസ്ഥാനരഹിതമാണ്. ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി പാർട്ടിയിൽ ആളെ ചേർക്കാനുള്ള ബി.ജെ.പിയുടെ ദുഷ്ടലാക്കോടുള്ള തന്ത്രമാണ് ഇത്തരം മാധ്യമ പ്രചാരണങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPMൽ നിന്നും നിരന്തരമായി ബി.ജെ.പിയിലേക്ക് ആളുകൾ ഒഴുകുന്നതിൻ്റെ കാരണം വർഗസമരം വെടിഞ്ഞ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വർഗീയതയിലേക്ക് ആ പാർട്ടിയും നേതൃത്വവും നീങ്ങിയതിൻ്റെ ദുരന്തമാണ് ഇന്ന് ആ പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പിന്തിരിപ്പൻ നയങ്ങളിലും അഴിമതിയിലും മുങ്ങിക്കുളിച്ചുകൊണ്ട് CPMും പിണറായി സർക്കാരും മുന്നോട്ട് പോകുന്നു എങ്കിൽ പോലും ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ഭാഗമായി ഫാസിസത്തിനെതിരെ കോൺഗ്രസ് പോരാടുമ്പോൾ ആ സഖ്യത്തിലുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ CPM തകരരുതെന്നാണ് കോൺഗ്രസിൻ്റെ താല്പര്യം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് അതിൻ്റെ നേതൃത്വവും ആ പാർട്ടിയും തിരികെ പോകണം. ഞങ്ങൾ കോൺഗ്രസ് ഒരു കാരണവശാലും ഫാസിസത്തിനെയും വർഗീയതയെയും താലോലിക്കുവാൻ അതിനെ സഹായിക്കുന്ന നിലപാട് ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ ഇത്തരം അവകാശവാദങ്ങൾ തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ പോലും പേര് പറയാതെ CPM നേതാക്കളോടും പ്രവർത്തകരോടുമൊപ്പം 27 കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിയിൽ ചേർന്നെന്ന ബി.ജെ.പിയുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും ഇ സമീർ പറഞ്ഞു. വർഗസമരം വെടിഞ്ഞ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വർഗീയതയിലേക്ക് നീങ്ങുന്നതിന്റെ ദുരിതമാണ് CPMൽ നിന്നും ബി.ജെ.പിയിലേക്ക് അണികൾ ഒഴുകുന്നതെന്നും ഫാസിസത്തിനെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ CPM പിന്തിരിപ്പൻ നയമാണ് കേരളത്തിൽ സ്വീകരിക്കുന്നതെങ്കിലും ആ പാർട്ടി തകരാൻ പാടില്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലപാടെന്നും സമീർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.